അവരൊക്കെ ഉപയോഗിക്കുന്ന ഐസും കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ളതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് സ്ട്രിക്റ്റ് നടപടി വരും. ആയതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പെരിന്തൽമണ്ണ നഗരസഭ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോക്കമാണ്. അത് മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ അനധികൃതമായി ഇവിടെ കുറേ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ വേനൽക്കാലമൊക്കെ ആയതോടെ മാലിന്യമൊക്കെ റോട്ടിൽ തന്നെ തള്ളുക, ഓടയിൽ തള്ളുക എന്ന പരാതിയുണ്ട്. അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വരെ ഈ മാലിന്യമൊക്കെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നു എന്ന പരാതിയുണ്ട്. ഈ പരാതിയൊക്കെ ഒരാൾ ആരോഗ്യമന്ത്രിക്ക് പരാതി അയച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിലൂടെ DMOയ്ക്കും അതുപോലെ പെരിന്തൽമണ്ണ നഗരസഭാ സെക്രട്ടറിക്കും എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് നടപടി എടുക്കണമെന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നഗരസഭാ സെക്രട്ടറി നമ്മോടൊപ്പമുണ്ട്, ലാൽകുമാർ സാർ. അദ്ദേഹത്തോട് ചോദിക്കാം. ഇപ്പോൾ അടിയന്തരമായി ഇവിടെ എല്ലാം പരിശോധന നടത്താനുള്ള തീരുമാനത്തിലാണെന്നാണ് നമുക്ക് ചാനൽ 10 കിട്ടിയ അറിവ്. അപ്പോൾ അങ്ങനെ പരിശോധന നടത്തുമ്പോൾ പല വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിയിലുള്ള വ്യാപാരികളുടെയൊക്കെ വീണ്ടും അവർക്ക് വലിയ പിഴയൊക്കെ ഈടാക്കേണ്ടി വന്നാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാകും. അപ്പോൾ എങ്ങനെയാണ് നടപടികളിലേക്ക് നീങ്ങുക എന്ന് നമുക്ക് നഗരസഭാ സെക്രട്ടറിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ നഗരസഭയിൽ ഇപ്പോൾ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ശുദ്ധിയോടുകൂടി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കൂടാതെ അനധികൃതമായിട്ട് ഒത്തിരി സ്ഥാപനങ്ങൾ നമുക്ക് ലൈസൻസോ പെർമിറ്റോ ഒന്നുമില്ലാതെ ഒത്തിരി സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന വെള്ളവും എന്തൊക്കെയാണെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കൂടാതെ അവിടുത്തെ തൊഴിലാളികൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല. പിന്നെ അതുപോലെ മീൻ കച്ചവടം, റോഡ് സൈഡിലെല്ലാം മീൻ കൊണ്ടുവച്ച് വിറ്റിട്ട് അതിൻ്റെ വേസ്റ്റും, മീൻ കച്ചവടം മാത്രമല്ല അത് ക്ലീൻ ചെയ്ത് വെട്ടിയൊക്കെ കൊടുക്കുന്നത് മൂലം അതിൻ്റെ വേസ്റ്റ് ഉൾപ്പെടെ നമ്മുടെ ഓടകളിലേക്കും ഒക്കെ തള്ളുകയാണ് ചെയ്യുന്നത്. അത് ജലസ്രോതസ്സുകളെ അശുദ്ധമാക്കുകയും നമ്മളിപ്പോൾ കോളിഫോം ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. മെയിൻ കാരണം അതിൻ്റെ പല പരാതികളും സ്റ്റേറ്റിലേക്കും മന്ത്രിക്കൊക്കെ പരാതി ചെല്ലുകയും അത് പ്രകാരം നടപടി സ്വീകരിക്കുന്നതിന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ടും നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരോട് മുൻകൂട്ടി ഒരു അറിവ്. കാര്യം വെച്ചാൽ അവർ നിർബന്ധമായിട്ടും ലൈസൻസും കാര്യങ്ങളും എടുത്ത് സ്ഥാപനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെയുണ്ടെങ്കിൽ നമ്മൾ ശക്തമായ പരിശോധന, ഫുഡ് സേഫ്റ്റിയും ആരോഗ്യ വിഭാഗവും നമ്മുടെ ഹെൽത്ത് വിഭാഗവും ഉൾപ്പെടെ ജോയിൻ്റായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് നടപടിക്ക് വേണ്ടി പരിശോധനയ്ക്ക് വേണ്ടി പോവുകയാണ്. അത് പരിശോധനയ്ക്ക് വരുമ്പോൾ ഈ ഡോക്യുമെൻറ്റുകൾ സ്ഥാപനങ്ങളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടികൾ നമ്മൾ സ്വീകരിക്കും. അത് ഉണ്ടാവാതിരിക്കാൻ ഇവരെല്ലാം മുൻകൂട്ടി തന്നെ ലൈസൻസ് എടുക്കേണ്ടതാണെങ്കിൽ ലൈസൻസ് എടുത്തും അതുപോലെ വെള്ളം പരിശോധിക്കുകയും ഒക്കെ ചെയ്ത് വൃത്തിയായ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അവർ കരുതണമെന്ന് നമ്മൾ ഈ വ്യാപാരികളോട് എല്ലാം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ റോഡ് സൈഡിലെ വ്യാപാരം അത് ശക്തമായിട്ട് നമ്മൾ നടപടിയെടുക്കും. അവർ ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അവർ ലൈസൻസും കാര്യങ്ങളും എടുത്ത് ശുദ്ധമായ വെള്ളവും കാര്യങ്ങളും ഉപയോഗിച്ച് വ്യാപാരം നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല. അല്ലാതെ ഒരു മാനദണ്ഡവും നോക്കാതെ ഓരോ ദിവസവും ഇപ്പം കൂൺ മുളച്ച് വരുന്നതിന് കൊണ്ട് കടകൾ വരികയും കച്ചവടം ചെയ്യുകയും ചെയ്യണം. അവരുപയോഗിക്കുന്ന ഐസായാലും വെള്ളമായാലും എന്തും ഒരു ശുദ്ധിയുമില്ലാത്ത സാധനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അത് ലൈസൻസും കാര്യമില്ലാത്തത് കൊണ്ട് നമുക്കത് അറിയാനും കഴിയുന്നില്ല. അത് വെള്ളം ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഒന്നും നമുക്ക് അറിയാനും കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് ജോയിൻ്റായിട്ട് ഇൻസ്പെക്ഷൻ നമ്മൾ തുടരാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു മുൻകൂട്ടിയുള്ള അറിയിപ്പാണ്. ഇതെല്ലാം എല്ലാ കച്ചവടക്കാരും ഇത് എല്ലാ സർട്ടിഫിക്കറ്റും അതേപോലെ അവിടെ ജോലി ചെയ്യുന്നവർക്കുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കി വെച്ചുകൊള്ളുക. ഇല്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അവർക്ക് നമ്മൾ ഫൈൻ ഇടേണ്ടി വരും. ചിലമ്പം നമ്മൾ മറ്റുള്ള ക്രിമിനൽ കേസുകൾ തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അത് മുൻകൂട്ടി കണ്ട് ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് മേളിൽ നിന്ന് സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശമാണ്. മാത്രമല്ല ഇപ്പോഴത്തെ വേനൽക്കാലമൊക്കെ ആയപ്പോഴത്തേന് കുടിവെള്ളമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എവിടെ നിന്നൊക്കെ വെള്ളമാണ് കൊണ്ടുവന്ന് ഈ കടകളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്നറിയാൻ പോലും പറ്റുന്ന അവസ്ഥയാണ്. അതുപോലെ ഐസ്, ഈ നമ്മൾക്കിവിടെ ഒത്തിരി ജ്യൂസ് സ്റ്റാളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഉപയോഗിക്കുന്ന ഐസും കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ളതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് സ്ട്രിക്റ്റ് നടപടി വരും. ആയതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നഗരസഭാ സെക്രട്ടറി ഇവിടുത്തെ വ്യാപാരികൾക്ക്
ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടിയന്തരമായി ലൈസൻസൊക്കെ ഇല്ലാത്തൊരു ലൈസൻസ് എടുക്കുക. പിന്നെ തൊഴിലാളികൾക്ക് അതിൻ്റേതായ ഹെൽത്ത് കാർഡൊക്കെ നിർബന്ധമാക്കുക. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. പിന്നെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നതിനോട് നഗരസഭാ സെക്രട്ടറി ഒരിക്കലും അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ലൈസൻസ് എടുക്കണം. ഈ തെരുവ് കച്ചവടക്കാർക്കും അതിൻ്റേതായ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേനൽക്കാലമാണ്, പല രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ ചിലപ്പോൾ മലിനമായിരിക്കാം. ഇതിനൊന്നും ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. രോഗങ്ങളൊക്കെ പടർന്നു പിടിച്ചിട്ട് പിന്നീടൊരു വലിയ നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുന്നതിന് പകരം ഇപ്പോൾ വ്യാപാരികൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ഉടൻ തന്നെ എല്ലാവരും ചേർന്നൊരു പരിശോധനയ്ക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് എല്ലാം ക്ലിയറാക്കുക. ലൈസൻസ് ഇല്ലാത്തവർ ലൈസൻസ് എടുക്കുക. പിന്നെ തെരുവ് കച്ചവടക്കാർ അംഗീകാരം ഉള്ളവരായി മാറാൻ ശ്രമിക്കുക. പിന്നീട് വലിയ പിഴ ഈടാക്കേണ്ടി വരുന്നൊരവസ്ഥയിൽ പിന്നീട് അയ്യോ ശരിയായില്ല, അതെന്താണ് അറിഞ്ഞില്ല, അറിയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നഗരസഭാ സെക്രട്ടറി തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഓരോ വ്യാപാരികളും ഈ മുന്നറിയിപ്പ് ജാഗ്രതയോടെ എടുത്ത് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ക്ലിയറാക്കണമെന്നാണ് ചാനൽ 10നും അഭ്യർത്ഥിക്കാനുള്ളത്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.